ഇൻസെക്ട് നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് ഈ സെഷനിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. നെർവസ് സിസ്റ്റം മേജർ കൺട്രോൾ ആൻഡ് കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. ഇറ്റ് ഈസ് ദ മേജർ സൈറ്റ് ഓഫ് കോർഡിനേഷൻ, ലേണിംഗ്, മെമ്മറി, ഇന്റലിജൻസ് ആൻഡ് ബിഹേവിയർ. ഇതിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ന്യൂറോൺസ് ആണ്. ദ മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ, ഫങ്ഷണൽ എലമെന്റ്സ് ആർ ന്യൂറോൺസ്. ന്യൂറോൺസ് ഏതൊക്കെ കാറ്റഗറിയാണ് ഇൻസെക്ട്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ന്യൂറോൺസിന്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് 3 തരത്തിലുള്ള ന്യൂറോൺസ് ആണ് ഇൻസെക്ട്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്: യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ. സെൽ സോമ എന്ന് പറയുന്ന അല്ലെങ്കിൽ സെൽ ബോഡി എന്ന് പറയുന്ന പർട്ടിക്കുലർ റീജിയനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന സൈറ്റോപ്ലാസ്മിക് പ്രോസസ്സസ്, അതിൻ്റെ എണ്ണം എത്ര നമ്പർ ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ആദ്യത്തെ കാറ്റഗറിയാണ് യൂണിപോളാർ ന്യൂറോൺസ്. അതിൻ്റെ പ്രത്യേകത, സെൽ സോമയിൽ നിന്ന്, സെൽ ബോഡിയിൽ നിന്ന് ഒരു സൈറ്റോപ്ലാസ്മിക് പ്രോസസ്സ് മാത്രമേ എറൈസ് ചെയ്യുന്നുള്ളൂ. ഇനി ബൈപോളാർ ന്യൂറോൺസ് നോക്കുകയാണെങ്കിൽ സെൽ സോമയിൽ നിന്ന് 2 പ്രോസസ്സസ് അറൈസ് ചെയ്യുന്നുണ്ട്. ഇനി മൾട്ടിപോളാർ ന്യൂറോൺസിന്റെ പ്രത്യേകത, സെൽ സോമയിൽ നിന്ന് മൾട്ടിപ്പിൾ പ്രോസസ്സസ്, സൈറ്റോപ്ലാസ്മിക് പ്രോസസ്സസ് അറൈസ് ചെയ്യുന്നുണ്ട്. ഡെൻഡ്രൈറ്റ്സും ആക്സോൺസും ഒക്കെ ഹെവി ആയിട്ടുള്ള ബ്രാഞ്ചിങ് നമുക്ക് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് ഇവയുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്: യൂണിപോളാർ, ബൈപോളാർ ആൻഡ് മൾട്ടിപോളാർ ന്യൂറോൺസ്. ഇനി ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ട് 3 കാറ്റഗറിയാണ് വരുന്നത്: സെൻസറി ന്യൂറോൺസ്, ഇന്റർ ന്യൂറോൺസ് ആൻഡ് മോട്ടോർ ന്യൂറോൺസ്. സെൻസറി ന്യൂറോൺസ്, ആ പേര് പറയുന്ന പോലെ തന്നെ സെൻസറി പാത്വേസിന്റെ ഭാഗമാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്, നെർവ് സെന്റേഴ്സിലേക്ക് സെൻസറി ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവയുടെ ഫംഗ്ഷൻ. ഇനി മോട്ടോർ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന്, നെർവ് സെന്റേഴ്സിൽ നിന്ന് എഫക്റ്റർ ഓർഗൻസിലേക്ക് ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ വഴി മസിൽസുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് മോട്ടോർ ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ. സെൻസറി ന്യൂറോൺസിനെയും മോട്ടോർ ന്യൂറോൺസിനെയും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ നെർവ് സെന്റേഴ്സിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് ഇന്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 കാറ്റഗറിയാണ്: സെൻസറി, ദെൻ മോട്ടോർ ന്യൂറോൺസ്, ദെൻ ഇന്റർ ന്യൂറോൺസ്. ഇനി നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് പ്ലാൻ ഒന്ന് അനലൈസ് ചെയ്യാം. അതിന്റെ കമ്പോണൻസ് നോക്കാം. ഒരു ആന്റീറോ ഡോർസൽ ബ്രെയിന്, അതുപോലെ തന്നെ വെൻട്രൽ ഡബിൾ നെർവ് കോഡ് ബിയറിംഗ് സെഗ്മെന്റൽ ഗാംഗ്ലിയ. ഇതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പോണന്റ് എന്ന് പറയുന്നത്, കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പെരിപ്ലാനറ്റ അമേരിക്കാന, കോമൺ കോക്രോച്ചിന്റെ നെർവസ് സിസ്റ്റത്തിന്റെ ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആന്റീരിയർ പൊസിഷനിൽ ഡോർസൽ ബ്രെയിന് കാണാൻ സാധിക്കും, സെറിബ്രൽ ഗാംഗ്ലിയ. ഇതിന്റെ തൊട്ട് താഴെയായി സർക്കം ഈസോഫാഗിയൽ കണക്റ്റീവ് വഴി കണക്ട് ചെയ്തിരിക്കുന്ന സബ് ഈസോഫാഗിയൽ ഗാംഗ്ലിയ കാണാൻ സാധിക്കും. പിന്നെയുള്ളത് സെഗ്മെന്റൽ ആയിട്ടുള്ള, ഓരോ സെഗ്മെന്റിലുമുള്ള ഗാംഗ്ലിയ ആണ്. തൊറാസിക് ഗാംഗ്ലിയ, ദെൻ അബ്ഡോമിനൽ ഗാംഗ്ലിയ ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് കാണാൻ സാധിക്കും. ഇവിടെയുള്ള സെഗ്മെന്റൽ ഗാംഗ്ലിയയെ പരസ്പരം കണക്ട് ചെയ്യുന്ന നെർവ്സ് ആണ്, ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്ന നെർവ്സ് ആണ് കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂണലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് കണക്റ്റീവ്സ്, ട്രാൻസ്വേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ് കമ്മ്യൂഷേഴ്സ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 മേജർ കമ്പോണൻസ് ആണുള്ളത്: ബ്രെയിനും അതുപോലെ തന്നെ ഡബിൾ വെൻട്രൽ നെർവ് കോഡും വിത്ത് സെഗ്മെന്റൽ ഗാംഗ്ലിയ. ഇൻസെക്ട്സിന്റെ ബോഡി പ്ലാൻ അനലൈസ് ചെയ്യുവാണെങ്കിൽ 3 പോർഷൻസ് ആണ് അവയ്ക്കുള്ളത്: ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഹെഡ് റീജിയണിലും തൊറാസിക് റീജിയണിലും അബ്ഡോമിനൽ റീജിയണിലും ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ കമ്പോണൻസ് എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യാം. ആദ്യമേ തന്നെ ഹെഡ് റീജിയൻ, ഇതിനകത്താണ് ബ്രെയിൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന മേജർ പോർഷൻ എന്ന് പറയുന്നത് നെർവ് സെന്റർ ആയിട്ടുള്ള, മാസ്റ്റർ ഓർഗൻ ആയിട്ടുള്ള ബ്രെയിൻ ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 പെയർഡ് സെഗ്മെന്റൽ ഗാംഗ്ലിയ. 3 പെയർഡ് സെഗ്മെന്റൽ ഗാംഗ്ലിയ ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്: പ്രീ ആന്റിനൽ, ദെൻ ആന്റിനൽ, ദെൻ ഇന്റർ കാലറി. അടുത്ത ഹെഡ് റീജിയനിൽ വരുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പോർഷൻ ആണ് സബ് ഈസോഫാഗിയൽ ഗാംഗ്ലിയോൺ. This particular ganglion is actually formed by the fusion of 3 paired gnathal ganglia: mandibular ganglia,
മാക്സിലറി, ദെൻ ലേബിയൽ. ഈ 3 ഗാംഗ്ലിയോണിക് സ്ട്രക്ചേഴ്സിന്റെ കണ്ടൻസേഷന്റെ ഫലമായിട്ടാണ് സബ് ഈസോഫാഗൽ ഗാംഗ്ലിയോൺ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. മാൻഡിബുലാർ, മാക്സിലറി, ലേബിയൽ ഇതിനെയെല്ലാം ജനറൽ ആയിട്ട് പറയുന്നത് ഗ്നാത്തൽ ഗാംഗ്ലിയ എന്നാണ്. മൗത്ത് പാർട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഗാംഗ്ലിയ ആണ് മാൻഡിബുലാർ, മാക്സിലറി ആൻഡ് ലേബിയൽ ഗാംഗ്ലിയ. Then the subesophageal ganglion is connected to the brain via circumesophageal connective. Circumesophageal connective എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ബ്രെയിനുമായിട്ട്, നെർവ് കണക്റ്റീവ് ഉപയോഗിച്ചിട്ടാണ് ഇത് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ പെരിപ്ലാനറ്റ എന്ന് പറയുന്ന ഓർഗാനിസത്തിന്റെ നെർവസ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം തന്നെ അനലൈസ് ചെയ്യാം. സെറിബ്രൽ ഗാംഗ്ലിയ അല്ലെങ്കിൽ ബ്രെയിൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ട് താഴെ വരുന്നതാണ് സബ് ഈസോഫാഗൽ ഗാംഗ്ലിയ. സബ് ഈസോഫാഗൽ ഗാംഗ്ലിയ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത് സർക്കം ഈസോഫാഗൽ കണക്റ്റീവുമായിട്ട് അല്ലെങ്കിൽ കണക്റ്റീവ് വഴിയാണ്. അപ്പൊ ഇത് ഈസോഫാഗസിനെ കവർ ചെയ്താണ് ഈ പർട്ടിക്കുലർ പോർഷൻ പോകുന്നത്. അതായത് സെറിബ്രൽ ഗാംഗ്ലിയ ബ്രെയിൻ കഴിഞ്ഞ് ഈസോഫാഗസ് കഴിഞ്ഞിട്ടാണ് സബ് ഈസോഫാഗൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന നെർവസ് സിസ്റ്റത്തിന്റെ സെക്കൻഡ് പോർഷൻ വരുന്നത്, ഹെഡ് റീജിയനിലുള്ള സെക്കൻഡ് പോർഷൻ വരുന്നത്. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണക്റ്റീവ്സ് പോകുന്നത് ഈസോഫാഗസ് എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പോർഷൻ കവർ ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ സർക്കം ഈസോഫാജിയൽ കണക്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഈ തൊറാസിക് റീജിയൻ നമുക്ക് അനലൈസ് ചെയ്യാം. ഇൻസെക്ട്സിന്റെ തൊറാക്സ് 3 സെഗ്മെന്റ്സ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. അപ്പോൾ ഇവിടെ 3 ഗാംഗ്ലിയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പ്രോതൊറാസിക് ഗാംഗ്ലിയ, ദെൻ മീസോതൊറാസിക് ഗാംഗ്ലിയോൺ, ദെൻ മെറ്റാതൊറാസിക് ഗാംഗ്ലിയോൺ. ഈ അബ്ഡോമിനൽ റീജിയൻ നോക്കുവാണെങ്കിൽ സാധാരണ രീതിയിൽ ഇൻസെക്ട്സിന്റെ അബ്ഡോമിനൽ റീജിയനിൽ 11 തൊട്ട് 12 സെഗ്മെന്റ്സ് വരെ എക്സിസ്റ്റ് ചെയ്യും. 11 to 12 segments will be there in the abdominal region of insects. Primitive insectsലാണെങ്കിൽ സെഗ്മെന്റ്സ് 1 to 8 ഓരോ സെഗ്മെന്റിലും ഒരു ഗാംഗ്ലിയോൺ വെച്ച് ഉണ്ടായിരിക്കും. 1 ഗാംഗ്ലിയോൺ പെർ സെഗ്മെന്റ്സ് 1 to 8. ഇനി ബാക്കിയുള്ള 9, 10, 11, 12 ഈ ഗാംഗ്ലിയ എല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് 8ാമത്തെ ഗാംഗ്ലിയമായിട്ട് ഫ്യൂസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. The 8th ganglion exists as fused with the remaining ganglia, that is 9th, 10th, 11th and 12th. 12th ഉണ്ടെങ്കിൽ സാധാരണ രീതിയിൽ 11 സെഗ്മെന്റ്സ് വരെയാണ് വരുന്നത്. ഇനി ചില ഇൻസെക്ട്സിനൊക്കെ 12 സെഗ്മെന്റ്സും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 12ാമത്തെ ഗാംഗ്ലിയോണും ഈ 8ാമത്തതുമായിട്ട് കണ്ടൻസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ തൊറാസിക് റീജിയനിലുള്ള ഗാംഗ്ലിയയും അതുപോലെ തന്നെ അബ്ഡോമിനൽ റീജിയനിലുള്ള ഗാംഗ്ലിയയും കാണാൻ സാധിക്കും. ഇപ്പോൾ ബ്രെയിൻ ഇവിടെയുണ്ട്, സബ് ഈസോഫാഗൽ ഗാംഗ്ലിയോൺ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള 3 തൊറാസിക് ഗാംഗ്ലിയാണ് ഇവിടെയുള്ളത്, 1, 2, 3. ഇനി പ്രിമിറ്റീവ് ഇൻസെക്ട്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അബ്ഡോമിനൽ ഗാംഗ്ലിയ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. 1 ഗാംഗ്ലിയോൺ പെർ സെഗ്മെന്റ് 1 to 8. 1, 2, 3, 4, 5, 6, 7, 8. ഈ 8ാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് അബ്ഡോമിനൽ ഗാംഗ്ലിയയുടെ പ്രത്യേകത ബാക്കിയുള്ള ഗാംഗ്ലിയ എല്ലാം ഇതുമായിട്ട് ഫ്യൂസ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ ഗാംഗ്ലിയോണിക് കണ്ടൻസേഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഗാംഗ്ലിയോണിക് കണ്ടൻസേഷന്റെ ഫീച്ചേഴ്സ് നമുക്ക് അനലൈസ് ചെയ്യാം. പ്രിമിറ്റീവ് ആയിട്ടുള്ള ഇൻസെക്ട്സിൽ മാത്രമേ ഉള്ളൂ ഈ അബ്ഡോമിനൽ ഗാംഗ്ലിയോൺ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഗാംഗ്ലിയ 1 പെർ സെഗ്മെന്റ് എന്നുള്ള രീതിയിൽ 1 to 8 അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഹയർ ഇൻസെക്ട്സിലൊക്കെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് അബ്ഡോമിനൽ ഗാംഗ്ലിയ ഈ മെറ്റാതൊറാസിക് ഗാംഗ്ലിയയുമായിട്ട് ചിലപ്പോൾ ഫ്യൂസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. ഇൻ ഹയർ ഇൻസെക്ട്സ് ഫസ്റ്റ് അബ്ഡോമിനൽ ഗാംഗ്ലിയ ഓഫൺ ഫ്യൂസസ് വിത്ത് മെറ്റാതൊറാസിക് ഗാംഗ്ലിയോൺ ഓർ 2 or 3 ഗാംഗ്ലിയ ഓഫ് അബ്ഡോമിനൽ റീജിയൻ മേ ഫ്യൂസ് ടുഗദർ. അബ്ഡോമിനൽ റീജിയനിലുള്ള കുറെ ഗാംഗ്ലിയ ഫ്യൂസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. ഒരു കേസ് എന്ന് പറയുന്നത് ഹയർ ഇൻസെക്ട്സിൽ നടക്കുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് അബ്ഡോമിനൽ ഗാംഗ്ലിയ
മെറ്റാതൊറാസിക് ഗാംഗ്ലിയനുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അതായത് തൊറാസിക് റീജിയണിന്റെ ലാസ്റ്റ് ഗാംഗ്ലിയോൺ ആണ് മെറ്റാതൊറാസിക് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. അതുമായിട്ട് ഫ്യൂസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി ബാക്കി വേറെ ചില ഗ്രൂപ്പുകളിലൊക്കെ അബ്ഡോമിനൽ റീജിയണിലുള്ള ഗാംഗ്ലിയ തന്നെ 2 or 3 ഗാംഗ്ലിയ ഒക്കെ ഫ്യൂസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ പ്രിമിറ്റീവ് ഇൻസെക്ട്സിലുള്ള ആർക്കിടെക്ചർ ആണ് ഇവിടെ എ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ബി, സി, ഡി, ഇ എല്ലാം ഗാംഗ്ലിയോണിക് കണ്ടൻസേഷൻ വേറെ രീതിയിൽ നടന്നിരിക്കുന്നതാണ്. പ്രിമിറ്റീവ് ഇൻസെക്ട്സിൽ 8ാമത്തെ ലാസ്റ്റ് അബ്ഡോമിനൽ ഗാംഗ്ലിയോണിൽ മാത്രമാണ് കണ്ടൻസേഷൻ നടന്നിരിക്കുന്നത്. 9, 10, 11 ഒക്കെ അവിടെയാണ് ഫ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെയൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് അബ്ഡോമിനൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ട്, മെറ്റാതൊറാസിക് ഗാംഗ്ലിയോണുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെയാണെങ്കിൽ ലാസ്റ്റ് അബ്ഡോമിനൽ ആയിട്ടുള്ള ഗാംഗ്ലിയ എല്ലാം കൂടെ 2 or 3 ഫ്യൂസ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊറാസിക് റീജിയണിലും കണ്ടൻസേഷൻ ഉണ്ട്. ഇത് രണ്ടും നോക്കുകയാണെങ്കിൽ അവിടെ തൊറാസിക് അബ്ഡോമിനൽ ഗാംഗ്ലിയ എല്ലാം ഫ്യൂസ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്പീഷീസിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഓരോ ഓർഡറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഗാംഗ്ലിയോണിക് കണ്ടൻസേഷന് വ്യത്യാസം ഉണ്ടാകും. ഗാംഗ്ലിയോണിക് കണ്ടൻസേഷൻ നടക്കുന്നത് കൊണ്ട് ടോട്ടൽ ഗാംഗ്ലിയയുടെ എണ്ണം റെഡ്യൂസ്ഡ് ആകും. അപ്പം അത് ഹയർ ഇൻസെക്ട്സിലാണ് ഈ നമ്പർ റിഡക്ഷൻ നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. സെഗ്മെന്റൽ ഗാംഗ്ലിയയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. സെഗ്മെന്റൽ ഗാംഗ്ലിയ സപ്ലൈ നെർവ്സ് ടു അപ്പൻഡേജസ്, മസിൽസ്, സെൻസ് ഓർഗൻസ്, ദെൻ ട്യൂബുലാർ ഹാർട്ട്. ഇപ്പോൾ ഓരോ സെഗ്മെന്റ്സിലും ട്യൂബുലാർ ഹാർട്ടിന്റെ പോർഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. സെൻസ് ഓർഗൻസിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. മസിൽസിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അപ്പൻഡേജസിന്റെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് സെഗ്മെന്റൽ ഗാംഗ്ലിയയുടെ മേജർ ഫംഗ്ഷൻ. ഇപ്പോൾ ഇവിടെ ബ്രെയിൻ മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ നടത്തുന്നത്. സെഗ്മെന്റൽ ഗാംഗ്ലിയ ഓരോ സെഗ്മെന്റ്സിലുള്ള സ്ട്രക്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഇതിന്റെ ഓവറോൾ വർക്കിംഗ്, ഓവറോൾ ഫിസിയോളജി നടക്കുന്നു. ഈ ഗാംഗ്ലിയ എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ നമുക്ക് ഒരു അനാട്ടമി അനലൈസ് ചെയ്യാം. ഇതിന്റെ കമ്പോണൻസ് നോക്കാം. ഔട്ടർ ഒരു ഗാംഗ്ലിയോണിക് ഷീത്ത്, പ്രൊട്ടക്റ്റീവ് ഷീത്ത് ഉണ്ടായിരിക്കും. പിന്നെ പെരിഫറൽ കോർട്ടിക്കൽ റീജിയൻ, കോർട്ടെക്സ്, ദെൻ ഇന്നർ മെഡുല. ഇങ്ങനെ 3 പോർഷൻസ് ആണ് വരുന്നത്. മാസ്റ്റർ ആയിട്ടുള്ള ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത് ബ്രെയിൻ ആണ്. ബാക്കിയുള്ള ഗാംഗ്ലിയ എല്ലാം ചെയ്യുന്നത് സെഗ്മെന്റൽ ആയിട്ടുള്ള കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ്. ദെൻ വെൻട്രൽ നെർവ് കോഡ്, അതിന്റെ ഫീച്ചേഴ്സ് അനലൈസ് ചെയ്യാം. ഇറ്റ് കണ്ടെയ്ൻസ് ആക്സോണൽ പ്രോസസ്സസ് ഓഫ് വേരിയബിൾ ഡയമീറ്റർ. പലതരത്തിലുള്ള ഡയമീറ്ററിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നെർവ് ഫൈബേഴ്സ് ആണ് ഈ വെൻട്രൽ നെർവ് കോഡിൽ ഉള്ളത്. എല്ലാത്തിനും ഗ്ലയൽ ഷീത്തിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടായിരിക്കും. മിക്കവാറും ഉള്ള ആക്സോൺസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഇനി നെർവ്സ് നോക്കുവാണെങ്കിൽ പെരിഫറൽ നെർവ്സ് ഓരോ സെഗ്മെന്റൽ ഗാംഗ്ലിയയിൽ നിന്ന് അറൈസ് ചെയ്യും. അവ പലതരത്തിലുള്ള സെഗ്മെന്റൽ സ്ട്രക്ചേഴ്സിനെ ഇന്നർവേറ്റ് ചെയ്യും. അപ്പോൾ 3 തരത്തിലാണ് ഈ പെരിഫറൽ നെർവ്സ് വരുന്നത്: മോട്ടോർ, സെൻസറി ആൻഡ് മിക്സ്ഡ് ടൈപ്പ്. അവയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെഗ്മെന്റ്സിലുള്ള സ്ട്രക്ചേഴ്സിന്റെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആണ്. Nerves are composed of axonal bundles covered by nerve sheath. അടുത്ത നെർവസ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. ഇറ്റ് ഈസ് ദ ഫിസിയോളജിക്കൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് മോട്ടോർ ന്യൂറോൺസ് ആൻഡ് മസിൽ ഫൈബേഴ്സ്. ഈ ഫിസിയോളജിക്കൽ ജംഗ്ഷൻ വഴിയാണ് മോട്ടോർ ന്യൂറോൺസ് മസിൽ ഫൈബേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മസിൽ ഫൈബേഴ്സിന്റെ ആക്ടിവേഷൻ, കോൺട്രാക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലുള്ള ആക്ടിവിറ്റി വഴിയാണ്. ന്യൂറോ മസ്കുലർ ജംഗ്ഷന്റെ ഒരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഡയഗ്രമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പർട്ടിക്കുലർ ടിപ്പ് വരെ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തിയിരിക്കുകയാണ്. ഈ സമയം കാൽസ്യം ചാനൽസിന്റെ ഓപ്പണിംഗ് ഉണ്ടാവും. കാൽസ്യം അകത്തേക്ക് ഇൻഫ്ലക്സ് ചെയ്യും. കാൽസ്യം അകത്തേക്ക് ഇൻഫ്ലക്സ് ചെയ്യുമ്പോഴേക്കിന് അകത്തുള്ള സിനാപ്റ്റിക് വെസിക്കിൾസ് ആക്ടിവേറ്റഡ് ആയിട്ട് ആ സിനാപ്റ്റിക് വെസിക്കിൾസ് പ്രീ സിനാപ്റ്റിക് ന്യൂറോണിന്റെ മെംബ്രെയിനുമായിട്ട് ഫ്യൂസ് ചെയ്ത് പിന്നീട് എക്സോസൈറ്റോസിസ് വഴി കണ്ടൻസ് പുറത്തേക്ക് സ്പിൽ ഔട്ട് ചെയ്യും. മസിൽസിന്റെ മെംബ്രെയിനിലുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആ റിസപ്റ്റേഴ്സുമായിട്ട് ഈ റിലീസ്ഡ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇന്ററാക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എക്സൈറ്റേറ്ററി ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അസറ്റൈൽ കോളൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ സോഡിയം അയോൺസിന്റെ
ചാനൽസ് ഓപ്പൺ ആവും, സോഡിയത്തിൻ്റെ ഇൻഫ്ലക്സ് ഉണ്ടാകും, അവിടെ ഒരു ഡീപോളറൈസേഷൻ ക്രിയേറ്റ് ചെയ്യും. ഇത് ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് മാറും. ഒരു പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും, അത് മസിലിനെ ആക്ടിവേറ്റ് ചെയ്യും. ടെർമിനൽ സിസ്റ്റർനയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽസ്യം റിലീസ്ഡ് ആവും. കാൽസ്യം റിലീസ്ഡ് ആകുന്നത് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ ഇനീഷ്യേറ്റഡ് ആകാൻ കാരണമാകും. അങ്ങനെ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആ പർട്ടിക്കുലർ മസിലിനെ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത് വഴി ആക്ടിവേറ്റ് ചെയ്യിക്കും അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ചെയ്യിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്.